ഹായ് ഓൾ, നമ്മൾ ഇന്ന് ഈ ഓഫീസിന്റെ തേർഡ് പാർട്ടിലേക്ക് പോവാണ്. കഴിഞ്ഞ ദിവസം നമ്മളൊരു റെസീറ്റ് ക്രിയേറ്റ് ചെയ്തു. ആ ക്രിയേറ്റ് ചെയ്ത റെസീറ്റിനെ എങ്ങനെ ഫുൾ ബാക്ക് ചെയ്യാം എന്നുള്ളത് പഠിച്ചു. ഇത് നമ്മൾ നമ്മുടെ ഇൻബോക്സിൽ വന്നിട്ടുള്ള ഒരു ഫയലിനെ എങ്ങനെ ഒരു ഫയലിനെ എങ്ങനെ പുട്ട് ചെയ്യാം എന്നുള്ളതാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. സോ എനിക്ക് ഇൻബോക്സിൽ ഒരു ഫയൽ കിടപ്പുണ്ട്. അതിനെ ഞാൻ ഫയലാക്കുന്നത് കാണിച്ചു തരാം. ഓക്കെ, ഞാൻ ഡെസ്ക്ടോപ്പിലോട്ട് പോവാണ്. Future Tech Money Foxit PDF FS Reader 3.0 Firefox 36 of 38. ഞാൻ ഫയർഫോക്സിലെ നമ്മുടെ ഈ ഓഫീസിന്റെ വെബ്സൈറ്റിലോട്ട് പോവാണ്. Frame. ഞാനിവിടെ URL ടൈപ്പ് ചെയ്യുന്നു. EO collapsed. List with one item. Continue to login button. കണ്ടിന്യൂ ടു ലോഗിൻ കൊടുത്താം. eOffice. Click Apache button. ബി പ്രസ് ചെയ്തു. പരിചയയിലോട്ട് പോകുന്നു. eOffice portal busy. ഓക്കെ, ഈ ഓഫീസ് പോർട്ടലിൽ വന്നു. ഞാൻ എന്റെ ഇൻബോക്സിലേക്ക് പോവാണ്. നമുക്ക് അതിനെ clickable main land. ഡി പ്രസ് ചെയ്ത് പോവാണ്. No next landmark. Out of list complementary landmark left side menu toggle button collapsed. നമ്മുടെ ലെഫ്റ്റ് സൈഡ് മെനു ഉണ്ട്. ഇതുവഴി കയറാം, അല്ലെങ്കിൽ നമ്മുടെ പ്രൈമറി നാവിഗേഷനിൽ ഈ ഫയൽസിനകത്ത് കയറാം. ഞാനിപ്പോ ഇവിടെ ലെഫ്റ്റ് സൈഡ് മെനു എക്സ്പാൻഡ് ചെയ്യാണ്. Primary navigation landmark list with 8 items. Home graphic visit. E-file graphic visited link. ഞാൻ ഈ ഫയൽ എൻ്റർ ചെയ്യുന്നു. Welcome to eOffice solution busy. Clickable welcome to eOffice solution heading level. ഇവിടെ Heading level. Error what skippy navigation. Banner landmark eOffice logo graphic visited primary navigation landmark list with 11 items receipt button collapsed. ഓക്കെ, നമ്മുടെ റെസീറ്റിലോട്ട് വന്നു. ഡി പ്രസ് ചെയ്തുകൊണ്ട് expanded എക്സ്പാൻഡ് ചെയ്തു. ഇനി ഇവിടെ നമ്മൾ ഇൻബോക്സിലേക്ക് പോവാണ്. list with 7 clickable inbox menu button collapsed sub menu. എക്സ്പാൻഡ് ചെയ്യാം. Expanded list with one item clickable inbox link. ഞാൻ ഇവിടെ എല്ലാം ടാപ്പ് കീ ആണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഇൻബോക്സിൽ വന്നിട്ടുണ്ട്, എൻ്റർ ചെയ്യുന്നു. Total records 1. ടോട്ടൽ റെക്കോർഡ്സ് 1 ആണ്. ഞാൻ ടേബിളിലോട്ട് പോകുന്നു. Main landmark table with 2 rows. ഇവിടെ ബി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ ഫയലിലോട്ട് പോകും. Row 2 flag column 2 not flagged button. Receipt number column 5 16,178 2/2025/KTU button. ഓക്കെ, ഞാൻ ഇവിടെ എൻ്റർ ചെയ്യുന്നു. Button. Inner page of receipt with number 60. ഇന്നർ പേജ് വന്നു. ഇവിടെ വീണ്ടും ലാൻഡ്മാർക്കിലോട്ട് പോയിട്ട് Skippy nav banner clickable primary quick access menu navigate main landmark content menu navigation land. കണ്ടന്റ് നാവിഗേഷനിലോട്ട് ഡി പ്രസ് ചെയ്ത് വരുന്നു. ഇവിടെ പുട്ടിന്റെ ഫയൽ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ നമുക്ക് ഇൻസേർട്ട് F7 പ്രസ് ചെയ്ത് നോക്കാം. Elements list type. എലമെന്റ് ലിസ്റ്റ് വന്നു. പി പ്രസ് Put in ചെയ്യാം. a file visited 10 of 15 level 0. ഇനി വന്ന് കുറച്ചും കൂടെ എളുപ്പമാണ്. നമ്മൾ ആ പേജിൽ വരുന്നു, ഇൻസേർട്ട് F7 പ്രസ് ചെയ്തു, പി പ്രസ് ചെയ്തു, അല്ലെ, എന്റർ കൊടുക്കാം. Inner page of receipt with number 16,178 2/2025. ഇവിടെ ബി പ്രസ് ചെയ്ത് ക്രിയേറ്റ് ബട്ടൺ, Close button. Create file button. ക്രിയേറ്റ് ഫയൽ എന്റർ ചെയ്യാം. Main landmark content menu navigation landmark list clickable with 11 items receipt visited link clickable movement. ഇവിടെ നമുക്ക് Main landmark file no required star heading level 3. ഫയൽ നമ്പർ, ഇത് റിക്വയർഡ് കോംബോ ബോക്സ് ആണ്. ഇതെന്തായാലും നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. അപ്പോൾ ഫയൽ നമ്പറിന് ഞാൻ ഇവിടെ ടാബ് ചെയ്യുന്നു. Main landmark choose one basic head required combo box choose one collapsed. ഡൗൺ ആരോ പ്രസ് ചെയ്യാം. KFB. അവിടെ ഓൾറെഡി KFB വന്നിട്ടുണ്ട്. എന്റർ ടാബ് ചെയ്യുന്നു. Choose one primary head combo box choose one collapsed. ഇത് മാൻഡേറ്ററി അല്ല. Choose one secondary head combo box choose one collapsed. ഇതും മാൻഡേറ്ററി അല്ല. Choose one tertiary head combo box choose one. ഇതും വേണ്ട. ട്രഷറി ഹെഡ് വേണോ ചോദിക്കുന്നത്. 2025 edit read only selected 2025. അവിടെ ഡേറ്റ് വന്നു. നമുക്ക് അതെന്താണ് അതിന്റെ ഹെഡിങ്. Choose one tertiary choose one secondary choose one 2025 edit read only 2020 choose department combo box collapsed CLK1. ഡിപ്പാർട്ട്മെന്റ് CLK1 ആണ്. Heading level 3 subject. സബ്ജക്ട് ഇത് മാൻഡേറ്ററി ആണ്. Clickable description. Required. Star. Edit as autocomplete. Edit as autocomplete blank. മലയാളം ഓർഡർ. Malayalam. Order. ഓക്കെ. Description required star edit as main category description field is required alert main category combo box collapsed editable opens list blank. മെയിൻ കാറ്റഗറി ഇത് റിക്വയർഡ് ഫീൽഡ് ആണ്. നമുക്ക് ഡൗൺ ആരോ പ്രസ് ചെയ്യാം. Accounts. അക്കൗണ്ട്സിലേക്ക് Administration. Court case. അഡ്മിനിസ്ട്രേഷൻ, Establishment. എസ്റ്റാബ്ലിഷ്മെന്റ്. Finance. Budget. Cash. And accounts. ഞാനിവിടെ എല്ലാ ഓപ്ഷനും ഞാൻ നോക്കുന്നില്ല. എസ്റ്റാബ്ലിഷ്മെന്റിൽ കയറുകയാണ്. Establishment. ഓക്കെ, എസ്റ്റാബ്ലിഷ്മെന്റ് കൊടുത്തു. അതിന്റെ താഴെ Subcategory combo box collapsed editable opens list blank.
സബ് കാറ്റഗറി ഉണ്ട്, വേണമെങ്കിൽ സബ് കാറ്റഗറി കൊടുക്കാം. ഞാൻ Allowances. അലവൻസസ് Casual ഉണ്ട്, leave, including special leave. കാഷ്വൽ ലീവ്, Confidential/assessment report. കോൺഫിഡൻഷ്യൽ അസസ്മെന്റ് റിപ്പോർട്ട് ഉണ്ട്, Creation and classification of posts. Delegation of powers. Departmental examinations. Deputations and delegations. Extension of service. Forwarding of applications. Honorarium/awards. Increment. Leave, other than medical examination. Nomination of employees. No objection certificate for issue of passport. No objection pay/special pay. Pension/retirement. Personal files, gazetted. Personal files, non-gazetted. Postings and transfers. Probation/confirmation. Promotion/reversion. Recruitment. Reemployment. Resignation. Retrenchment. Review for determining. Review of cadre/scheduled casts and scheduled seniority. Service records. Study leave. Training/scholarships/felt verification/re-verification. Form.choose 1. Allowances. Form.choose. ഓക്കെ, ഇത്ര ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇവിടെ ഒന്ന് സെലക്ട് ചെയ്യുന്നില്ല. Remarks edit as autocomplete multi-line. Previous references edit blank. രണ്ട് ഇതുണ്ട്, ഇത് വേണമെങ്കിൽ കൊടുക്കാം. Later references edit blank. ലേറ്റർ റെഫറൻസ് ഉണ്ടെങ്കിൽ അതും കൊടുക്കാം. Language combo box collapsed editable opens list selected English. ഇംഗ്ലീഷ് Hindi. Selection of Malayalam. അതിനകത്ത് മലയാളം കണ്ടന്റ് ആണ്, ഞാൻ മലയാളം കൊടുക്കുന്നു. Create file to put in button. ക്രിയേറ്റ് ഫയൽ ടു കൊടുത്തു. Invalid data alert. Invalid data invalid input. Please provide valid input. Description field is required alert. Invalid data invalid input. Please provide valid input. ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടില്ല എന്നാണ് പറയുന്നത്. നമുക്കിവിടെ Heading. Banner landmark. Main landmark 2025. Edit as autocomplete Malayalam order. Edit Malayalam blank unselected. Edit submenu as autocomplete. Description required star Malayalam. മലയാളം കൊടുക്കുകയാണ്. Clickable paginator drop down button. Clickable paginator drop down but clickable paginator drop create file. Clickable create file to put in button. എൻ്റർ കൊടുക്കുക. Clickable dialog maximize button close button confirmation heading level 2 proceeding with this will create a new file which can neither be deleted nor its number be edited. Do you wish to proceed? Proceed button cancel. അപ്പോൾ ഇവിടെ നമ്മൾ നേരത്തെ എറർ വാലുവേഷന്റെ ഒരു വിഷയം മുമ്പത്തെ ഇതിലുണ്ടായിരുന്നു. അപ്പൊ ഇതിലത് മാറി കിട്ടിയിട്ടുണ്ട്. നമുക്ക് എറർ വാലുവേഷൻ മെസ്സേജ് വരുന്നുണ്ട്. ഇപ്പൊ ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തത് എഡിറ്റ് ബോക്സിലായിരുന്നു. എഡിറ്റ് സബ് മെനുവിലാണ് നമ്മൾ ഡിസ്ക്രിപ്ഷൻ കൊടുക്കേണ്ടത്. അപ്പൊ ഞാനത് മാറ്റി കൊടുത്തപ്പം വന്നു. ഇനി ഇവിടെ നമുക്ക് ഒരു പോപ്പപ്പ് ഡയലോഗ് ബോക്സ് വന്നു. അതിന്റെ ക്വസ്റ്റ്യൻ മെസ്സേജ് നിങ്ങൾ കേട്ട് കാണും. ഞാൻ ടാബ് ചെയ്യുന്നു. Dialog maximize button. Close button. Proceed button. പ്രൊസീഡ് കൊടുക്കാം. Clickable dialog maximize button close button put in remarks heading level 2 clickable remarks required star remarks required റിമാർക്ക് dialog ചോദിക്കുന്നത് maximize button close button remarks required star edit multi-line blank. Regarding Malayalam order. ഞാൻ അവിടെ റിമാർക്ക് കൊടുത്തു. നമുക്ക് ടാബ് ചെയ്യാം. OK button. ഓക്കെ കൊടുക്കാം. Main landmark create file alert successfully enclosed. Successfully enclosed. Main landmark create file to put. അപ്പോൾ ഇവിടെ ഫയൽ ക്രിയേറ്റ് ആയിട്ടുണ്ട്. ഇനി ക്രിയേറ്റ് ആയ ഫയൽ നമ്മൾ എവിടെ വന്ന് നോക്കും എന്നുള്ളത് കൂടെ ഇത് നോക്കാം. ഞാൻ കൺട്രോൾ ഹോം പ്രസ് Heading level. ഇവിടെ നമ്മുടെ പ്രൈമറി നാവിഗേഷനിൽ ഫയൽസിലോട്ട് Skipping at banner clickable primary navigation landmark list with 11 items receipt button collapsed. അത് കൊലാപ്സ്ഡ് ആണ്. ടാബ് ചെയ്യുന്നു. File button collapsed. ഫയൽ ബട്ടൺ എക്സ്പാൻഡ് ചെയ്യുക. ടാബ് ചെയ്യുന്നു. List with 10 items clickable create new link. Clickable create part link. Clickable created link. ക്രിയേറ്റഡ് ലിങ്ക് ഇതിൽ എൻ്റർ ചെയ്യാം. Created files list e-office total records. ടോട്ടൽ റെക്കോർഡ്സ് 4 ആണ്. ഞാൻ ടി പ്രസ് Main ചെയ്യുന്നു. landmark table with 5 rows and ഇവിടെ ബി പ്രസ് ചെയ്യാം. നമുക്ക് റെസീറ്റ് നമ്പറിലേക്ക് പോകാം. row 2 file number column 4 KFB/9/2025 CLK1 Kerala Federation of the Blind button. ഇവിടെ സബ്ജക്ട് എന്താന്ന് നോക്കാം. Attachment column 5. ഞാൻ ഓൾട്ട് കൺട്രോൾ റൈറ്റ് ആരോ ആണ് പ്രസ് ചെയ്യുന്നത്. Subject column 6 Malayalam. ഉണ്ടോ? ഇവിടെ സബ്ജക്ട് എന്താണ്? മലയാളം. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഫയൽ ഇവിടെ വന്നിട്ടുണ്ട്. Subject main category column 7 establishment. എസ്റ്റാബ്ലിഷ്മെന്റ് ആണ്. Created on column 8 19/05/2025 12:27 p.m. ഓക്കെ. Remarks column 9. Action column 10. Row 3 select all rows column 1 clickable checkbox not checked select row. ഇവിടെ നമുക്ക് ഇപ്പുറത്തെ റോയില് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഞാനിവിടെ Row 2 clickable checkbox not checked select row. Checked. ചെക്ക് ചെയ്തു. ഇനി നമുക്ക് ഇവിടെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം. File number column 4 KFB/9/20. Row 3 select all rows column 1 clickable select row checkbox not checked.
മേലെ നമുക്ക് മെയിൻ നാവിഗേഷനിലോട്ട് Search പോകാം. landmark. Search here. Edit. As a content menu navigation landmark list clickable with 3 items. Send visited link. ഇവിടെ കണ്ടന്റ് നാവിഗേഷനിൽ ഷിഫ്റ്റ് ഡി പ്രസ് ചെയ്ത് പോയി Clickable create part visited link. ഇവിടെ ക്രിയേറ്റ് പാർട്ട് എന്നുള്ളൊരു ഓപ്ഷൻ, അതായത് പാർട്ട് ഫയലായിട്ട് നമ്മൾ ഈ ഫയൽ ക്രിയേറ്റ് ചെയ്തതിന് ശേഷമാണ് അതുമായിട്ട് ബന്ധപ്പെട്ടൊരു എന്തെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് പാർട്ട് ഫയലായിട്ട് ക്രിയേറ്റ് ചെയ്തതിൽ പോവാം. പക്ഷെ അങ്ങനെ പോയാലും അതിന്റെ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളത് അതിന്റെ ഹയർ അതോറിറ്റിയിൽ നിന്നെല്ലാം പോയി അതിൽ തിരിച്ചു വരുമ്പോൾ രണ്ട് ഫയലായിട്ട് തന്നെ കിടക്കും. നമുക്കത് ക്ലബ് ചെയ്യാൻ പറ്റില്ല, അല്ലെങ്കിൽ മെർജ് ചെയ്യാൻ കഴിയില്ല. Clickable close collapsed visited submenu link. Clickable filter drop down toggle menu button. ഇവിടെ നമ്മൾ ഫയൽ വന്ന് എല്ലാം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷനും കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇന്ന് നമ്മൾ റെസീറ്റ് ക്രിയേറ്റ് ചെയ്തതിന്റെ ഫുൾ ബാക്ക് ചെയ്യുന്നത് നിങ്ങൾ പഠിച്ചിരുന്നു. ഇന്നൊരു ഫയൽ ഇൻബോക്സിൽ വന്ന ഫയൽ എങ്ങനെ നമ്മുടെ പുട്ടിന്റെ ഫയലിലോട്ട് എങ്ങനെ കൊണ്ടുവരാം എന്നുള്ളത് പഠിച്ചു. പുട്ടിന്റെ ഫയൽ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. ഇതേ ഓപ്ഷൻ തന്നെയാണ് നമ്മൾ സെൻഡിൽ ക്ലിക്ക് ചെയ്ത് വരുന്നത്. ഓക്കെ, ഇന്ന് നമുക്ക് ഇത്രയും മതി. അടുത്ത ദിവസം നമുക്ക് നോക്കാം. ഓക്കെ.